ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് പ്രൊജക്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മള് സിനോപ്സിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണ് സിനോപ്സിസ്, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സിനോപ്സിസ് എന്നാണ്. അപ്പൊ സിനോപ്സിസ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക് കണ്ടുപിടിക്കുന്നു. ആ ടോപ്പിക്ക് നിങ്ങൾ നിങ്ങളുടെ മിസ്സിനോട് പറയുമ്പോൾ നിങ്ങളുടെ മിസ് പറയും, ഇത് നല്ലൊരു ടോപ്പിക്കാണ്, നിങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു സിനോപ്സിസ് തയ്യാറായിക്കൊണ്ട് വരാൻ. അപ്പൊ അത് എന്തിനാണെന്ന് വെച്ചാല് നിങ്ങൾ ആ ടോപ്പിക്കിലൂടെ എന്താണ് ഫൈൻഡ് ചെയ്തതെന്നും അത് എന്ത് ഒബ്ജക്റ്റ് യൂസ് ചെയ്താണ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സിനോപ്സിസ് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് അല്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ഒരു എസൻസ് മാത്രമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒരു 100-120 പേജ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഒരു എക്സ്ട്രാക്ട് മാത്രമാണ് ഈ സിനോപ്സിസിൽ വരുന്നത്. അപ്പൊ ഈ സിനോപ്സിസ് വായിക്കുന്നതിലൂടെ നിങ്ങളുടെ മിസ്സിന് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഈ പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തിയറിയാണ് നിങ്ങൾ ഇതിലൂടെ പ്രൂവ് ചെയ്യുന്നതെന്ന്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് സിനോപ്സിസ് തയ്യാറാക്കാൻ പറയുന്നത്. ഇനി എങ്ങനെയാണ് സിനോപ്സിസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സിനോപ്സിസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ സബ്ജക്റ്റുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഗൈഡിനെ നിങ്ങൾ കണ്ടുപിടിക്കാം. ആ ഗൈഡിന്റെ അണ്ടറിലാണ് നമ്മൾ സിനോപ്സിസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഗൈഡിനെ കണ്ടുപിടിച്ചു, അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത ടോപ്പിക്ക് ഈ ഗൈഡിനെ കാണിക്കുമ്പോൾ അത് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് മാച്ച് ആവുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ആപ്റ്റ് ആവുന്ന ഒന്നാണെന്ന് ഈ ഗൈഡ് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അതിലൊരു കേസ് സ്റ്റഡി വെച്ച് മോഡിഫൈ ചെയ്ത് സിനോപ്സിസ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾ ഗൈഡിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻസിൽ കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗൈഡ് ആ ഒരു ഫീൽഡില് എക്സ്പെർട്ടും ക്വാളിഫൈഡും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൈഡ് ആ പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസിലെ ക്രൈറ്റീരിയാസുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ സിനോപ്സിസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതിന് എത്ര വേർഡ്സ് വേണം, അല്ലെങ്കിൽ എത്ര പേജസിൽ തയ്യാറാക്കണം എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ സിനോപ്സിസ് തയ്യാറാക്കാൻ തുടങ്ങുക. ഇനി നിങ്ങളെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞതുപോലെയുള്ള എല്ലാ പോയിന്റ്സുകളും മാച്ച് ആക്കിക്കൊണ്ട് സിനോപ്സിസ് തയ്യാറാക്കി. ഇനി അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലല്ല, മറിച്ച് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള റീജിയണൽ സെന്ററിലാണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ സിനോപ്സിസ് നിങ്ങളുടെ റീജിയണൽ സെന്ററിൽ സബ്മിറ്റ് ചെയ്തു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സിനോപ്സിസ് റിജക്റ്റ് ആയി തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ നിങ്ങളുടെ ടോപ്പിക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിന്റെ ക്വാളിഫിക്കേഷൻ ആ സബ്ജക്റ്റുമായിട്ട് മാച്ച് ആവാത്തത് കൊണ്ടോ ആയിരിക്കും. അപ്പൊ അത് അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നോക്കി കറക്റ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സിനോപ്സിസ് റീസബ്മിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സിനോപ്സിസ് അപ്രൂവ് ആയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ മെയിൽ വരും. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോജക്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രോജക്ട് നിങ്ങൾ റീജിയണൽ സെന്ററിലല്ല സബ്മിറ്റ് ചെയ്യാനുള്ളത്, മറിച്ച് അത് ഡൽഹിയിലുള്ള ഇഗ്നുവിന്റെ യൂണിവേഴ്സിറ്റിക്കാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് സിനോപ്സിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. സിനോപ്സിസ് തയ്യാറാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോ ഇഗ്നു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഇഗ്നു പൾസ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.